യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് തങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ അതിന് തയ്യാറാണെന്ന് ഇറാൻ. അങ്ങനെ ഏറെക്കുറെ ഒരു സമന്വയത്തിൻ്റെ പാതയിലൂടെയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധ സമാധാന വിഷയങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച ജനീവയിൽ വെച്ചാണ് ഏറ്റവും അവസാനഘട്ട ചർച്ച എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. 14 ഇനം നിർദ്ദേശങ്ങൾ ഔദ്യോഗികപരമായ രീതിയിൽ ഇറാൻ പ്രഖ്യാപിച്ചു. അതിൻ്റെ അംഗീകാരത്തോടു കൂടി ഈ വിഷയത്തിന് ഏറെക്കുറെ അവസാനമുണ്ടാകും എന്നാണ് നിരീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് $300 ബില്യൺ ഇറാന് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. തത്വത്തിൽ അത് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത് $24 ബില്യൺ ഈ ഇറാൻ്റെ ആസ്തികൾ മരവിപ്പിച്ചത് അവർക്ക് തിരിച്ചു നൽകുകയും വേണം. അതിനും ഏറെക്കുറെ തത്വത്തിലുള്ള ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറെക്കുറെ സമാധാനത്തിലേക്കാണ് നീങ്ങുന്നത്. യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിരിക്കുന്ന ചർച്ചകൾ നടന്നുകൊണ്ട് വരുന്നു. ഇത് പാകിസ്ഥാൻ അക്കോർഡ് എന്ന തരത്തിൽ പിന്നീട് ഭാവിയിൽ അറിയപ്പെടുന്ന രീതിയിലാണ് കരാർ വ്യവസ്ഥ പൂർത്തീകരിക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത്. അഥവാ എത്രത്തോളം യുദ്ധം ചെയ്തിട്ടുണ്ടോ അത്രത്തോളം നഷ്ടം ഇറാന് നൽകണം എന്നുള്ള വ്യവസ്ഥ ഇറാൻ മുന്നോട്ട് വെച്ചത് ഈ അമേരിക്ക അംഗീകരിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നേതൃത്വം നഷ്ടപ്പെട്ടത് ഒഴിച്ചാൽ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയത്തിലൊരു തീരുമാനമുണ്ടാകും എന്നുള്ളതും അതോടൊപ്പം തന്നെ അവരുടെ മരവിച്ച പണം തിരിച്ചു കിട്ടും എന്നുള്ളതും അതിനുമപ്പുറമായ രീതിയിൽ ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കപ്പെടും എന്നുള്ള ഒരു ഹാട്രിക് വിജയമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് കരാർ വ്യവസ്ഥ ഇറാൻ മുന്നോട്ട് വെച്ചത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 14 ഇന കരാർ വ്യവസ്ഥയാണ് ഇറാൻ മുന്നോട്ട് വെച്ചത് മധ്യസ്ഥർ മുഖാന്തരം. ഈ മധ്യസ്ഥതയ്ക്ക് ഖത്തർ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഖത്തറും പാകിസ്ഥാനും കൂടിയാണ് ഇതിന് നേതൃത്വം നൽകിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഉടമ്പടി പ്രഖ്യാപിക്കുന്ന സമയത്ത് ആദ്യം തന്നെ തുടങ്ങുന്നത് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ലെബനാനിൽ യാതൊരു കാരണവശാലും ഇസ്രായേൽ ആക്രമിക്കാൻ പാടില്ല. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടില്ലെന്ന ഉറപ്പ് വേണം. 30 ദിവസത്തിനകം അമേരിക്ക സമുദ്ര ഉപരോധം പൂർണ്ണമായ രീതിയിൽ അവസാനിപ്പിക്കണം. ഇറാന്റെ ചുറ്റുപാടുകളിലുമുള്ള അമേരിക്കയുടെ സൈനിക സാന്നിധ്യം പിൻവലിക്കണം. 30 ദിവസത്തിനകം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് വീണ്ടും തുറക്കാൻ ഇറാൻ നിർദ്ദേശിക്കുന്ന ക്രമീകരണ പ്രകാരം സാധ്യമാകണമെങ്കിൽ മേൽ പറയപ്പെട്ടത് അംഗീകരിക്കണം. ഇറാന്റെ എണ്ണയും പെട്രോ കെമിക്കൽ കയറ്റുമതിയിലുള്ള ഉപരോധങ്ങളും അപ്പാടെ നീക്കം ചെയ്യണം. അമേരിക്കൻ സഖ്യ കക്ഷികൾ ചേർന്നുകൊണ്ട് കുറഞ്ഞത് നേരത്തെ പറഞ്ഞതാണ് $300 ബില്യൺ പുനർനിർമ്മാണ പദ്ധതി പ്രഖ്യാപിക്കണം. 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിനായുള്ള ചർച്ചകൾ ആരംഭിക്കണം. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന പ്രതിബദ്ധത വീണ്ടും സ്ഥിരീകരിക്കൽ അത് ഞങ്ങൾ ഉറപ്പുവരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണവ ആയുധം നിർമ്മിക്കുക എന്നുള്ളത് രാജ്യ നിയമ വ്യവസ്ഥയ്ക്ക് എതിരാണ് എന്നതിന് ഞങ്ങളത് നിർമ്മിക്കില്ല. എന്നാൽ സമ്പുഷ്ട യുറേനിയം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് തടയാനും പറ്റില്ല. ചർച്ചാകാലത്ത് പുതിയ അമേരിക്കൻ ഉപരോധങ്ങൾ സൈനിക ശക്തി വർധനവോ ഉണ്ടാകാൻ പാടില്ല. മരവിപ്പിച്ചിട്ടുള്ള ഇറാന്റെ ഏകദേശം $24 ബില്യൺ ആസ്തികൾ വിട്ടു നൽകണം. മേലെ പറഞ്ഞതാണ് ആ രണ്ട് കാര്യം. കരാർ നടപ്പാക്കൽ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനമൊരുക്കണം. അന്തിമ കരാറിൽ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന്റെ അംഗീകാരം ലഭ്യമാകണം. മരവിപ്പിച്ച ഫണ്ടുകൾ പകുതി വിട്ട് നൽകുകയും വിട്ട് കിട്ടുകയും എണ്ണ സമുദ്ര ഉപരോധങ്ങൾ നീക്കുകയും ചെയ്യാതെ അന്തിമ ചർച്ചകൾ ആരംഭിക്കരുത്. കൂടാതെ ഇറാന്റെ മിസൈൽ പദ്ധതികളും പ്രാദേശിക സായുധ ഗ്രൂപ്പുകളുമായുള്ള ബന്ധവും ചർച്ചാ വിഷയമാകാൻ പാടില്ല. ഇവയിൽ ചില കാര്യങ്ങൾ അമേരിക്കയുടെ നിലപാടുകളുമായി, പ്രത്യേകിച്ച് ആണവ പദ്ധതി, ഹോർമുസ് കടലിടുക്ക് നിയന്ത്രണം, നഷ്ടപരിഹാരം എന്നിവ പൊരുത്തപ്പെടുന്നില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ ഈ നിർദ്ദേശങ്ങൾ മുഴുവനായും അംഗീകരിക്കപ്പെടുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല എന്ന് അമേരിക്കയുടെ ഒരു സൈനിക വക്താവ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഔദ്യോഗികമല്ല എന്നുള്ളത് അമേരിക്കയുടെ ഭാഗത്തും പുറത്തു വന്നു.
അപ്പോൾ ഇതൊരു സാധ്യമാവുന്ന റൂട്ടിലേക്കാണ് പോകുന്നത്. അതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം ലെബനാനുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, സായുധ സംഘങ്ങൾക്ക് ഇറാൻ നൽകിയിരിക്കുന്ന സഹായങ്ങൾ നിർത്തിവെക്കണം എന്ന കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാത്ത ഒരു യുദ്ധത്തിന് മുൻപിലാണ് അവരുള്ളത് എന്ന് ഏറെക്കുറെ അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും യുദ്ധം നടത്തുന്നത് എത്രത്തോളം തങ്ങൾ ആക്രമിക്കുന്നു അത്രത്തോളം ഈ ആക്രമിച്ച് തകർക്കപ്പെട്ട ബിൽഡിങ്ങുകൾ തങ്ങളുടേതായിരിക്കുന്ന പണം കൊണ്ട് തന്നെ പുനർനിർമ്മിക്കേണ്ട ഒരു ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കക്കുള്ളത്. അപ്പോൾ ഒരു വിധത്തിൽ ഒരു ആക്രമണം നടത്തുക എന്നുള്ള അതിന് വലിയ സാമ്പത്തിക ചെലവുണ്ട്. ഒരു ബിൽഡിംഗ് തകർക്കണമെങ്കിൽ മാരകമായിരിക്കുന്ന ബോംബ് സ്ഫോടനം നടത്തണം, അതിന് യുദ്ധവിമാനങ്ങൾ പറക്കണം, അതുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തികം ചെലവാക്കിയിട്ടാണ് നഷ്ടങ്ങൾ തന്നെ അല്ലെങ്കിൽ നശിപ്പിക്കുന്നത് തന്നെ നടത്തുന്നത്. എന്നാൽ ഈ നശിപ്പിക്കുന്ന വസ്തുക്കൾ പിന്നീട് വല്ലാതെ വൈകാതെ പുനർനിർമ്മിക്കേണ്ട പണിയും അമേരിക്ക തന്നെ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് നശിപ്പിക്കുന്നതിൻ്റെ നഷ്ടവും പുനർനിർമ്മിക്കേണ്ട നഷ്ടവും കൂടി നോക്കുന്ന സമയത്ത് ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ അവർക്കുണ്ടാകുന്നു. ഇത് മനസ്സിലാക്കിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഇറാനിൽ ഉടനീളം തെക്ക് വടക്ക് ഭാഗങ്ങളും കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളും തങ്ങൾ ആക്രമണം കടുപ്പിച്ചുകൊണ്ട് നിലംപരിശാക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഏതാനും മണിക്കൂർ കഴിഞ്ഞ സമയത്ത് പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന വന്നത് യുദ്ധമല്ല, സമാധാനമാണ് ആവശ്യം, സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് തങ്ങളിപ്പോൾ ഊന്നൽ നൽകുന്നത്. അങ്ങനെ റൂട്ട് മാറ്റിയിട്ടാണ് യഥാർത്ഥത്തിൽ പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് സഞ്ചരിച്ചത് എന്നുള്ളത് അറിയാവുന്നതാണ്. ഇനി ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ വിമർശനം നടക്കുകയും അമേരിക്കയും ട്രംപും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ദയനീയ അവസ്ഥയുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം തുടങ്ങിയിട്ട് ഇസ്രായേലിനോ ജയിക്കാൻ പറ്റിയിട്ടില്ല, അമേരിക്ക തോൽക്കുകയും ചെയ്യുന്ന ഒരു ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത്. ഭാവിയിൽ അത് സാരമായ രീതിയിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് അമേരിക്കയെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടും മിഡിൽ ഈസ്റ്റിൻ്റെ പുറത്തുള്ള അമേരിക്കയുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഇതിപ്പോൾ അമേരിക്ക അനുഭവിക്കുകയാണ്. കാര്യം എന്ന് പറയുന്നത് ഇറാൻ GCCക്ക് പുറത്തുള്ള രാജ്യങ്ങൾ ലക്ഷ്യം വെക്കൂ എന്ന് പറയുന്ന സമയത്ത് അതിൽ തുർക്കിയുടെയും ഈ ജോർദാൻ ഓൾറെഡി ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. പിന്നീട് ഈജിപ്തിൻ്റെ പേരും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമായ രീതിയിൽ ഇറാൻ ആക്രമിക്കുകയോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇറാൻ്റെ സ്വഭാവം വെച്ച് നോക്കുന്ന സമയത്ത് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പിന്നെ ആ രാജ്യത്തിൻ്റെ അകത്തും ആഭ്യന്തര വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം എന്ന് പറയുന്ന സമയത്ത് അനാവശ്യമായിരിക്കുന്ന ഒരു ഇടപെടലാണ് പിന്നീട് നടക്കുക എന്നുള്ളത്. അമേരിക്ക അവിടെ ഉണ്ട് എന്ന കാരണത്താൽ ആ രാജ്യവും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ സംവിധാനം സുരക്ഷിതമല്ല എന്ന് പറയുന്നിടത്തേക്ക് നിലവിൽ ഈ സാഹചര്യം മാറിയത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു തരത്തിലുള്ള അഭിപ്രായങ്ങളും അമേരിക്കയുമായിട്ട് പങ്കുവെക്കുന്നില്ല, അവരുടെ സഹായങ്ങൾ തേടുന്നില്ല. മാത്രവുമല്ല ഇപ്പോൾ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടൊക്കെ ഈ അവരുടെ ആയുധ ഉടമ്പടി പോലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള തുർക്കിയുടെ പേര് അതിൽ പറഞ്ഞിട്ട് തുർക്കി, ചൈന, റഷ്യ ഇവരുമായിട്ട് ആയുധ ഉടമ്പടി ഇത്രയും കാലം അമേരിക്കയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഉടമ്പടിയുടെ തുടർച്ച ആവശ്യമില്ലെന്നും തങ്ങളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഈ രാജ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഇടപാട് ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക പതുക്കെ നീങ്ങിപ്പോകുന്ന ഒരു ഭയപ്പാട് അവർക്കുണ്ട്. അതുകൊണ്ട് നഷ്ടം കൊടുത്തിട്ടെങ്കിലും പ്രശ്ന പരിഹാരം ഉണ്ടാക്കുന്ന സമയത്ത് ഗുണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് തോറ്റിട്ടൊന്നുമില്ല, അവർക്കുണ്ടാക്കുന്ന നഷ്ടം കൊടുത്ത് താൽക്കാലികപരമായ രീതി അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ യുദ്ധം ചെയ്താലുള്ള പ്രശ്നം യുദ്ധത്തിൽ ജയിക്കണം, ഒരിക്കലും ഈ യുദ്ധത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഇന്റലിജൻസ് വളരെ കൃത്യതയോട് കൂടിയിട്ട് അമേരിക്കക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജയിക്കാത്തൊരു യുദ്ധത്തിന് മുൻപിലാണുള്ളത്. നഷ്ടത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കഥകൾ മാത്രമായിരിക്കും ഭാവിയിൽ വരാൻ പോകുന്ന തലമുറക്ക് പറയാനുള്ളത്. ഇറാനെ തൊട്ടതുകൊണ്ട് നമ്മൾ കൈ പൊള്ളിയിട്ടുണ്ട്. അതിന് പതുക്കെ എന്ത് ചെയ്യാന്ന് പറയാം, കൂടുതൽ പൊള്ളലേൽക്കാത്ത രീതിയിൽ ഒഴിഞ്ഞു മാറുന്നതായിരിക്കും ഉചിതം. അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി എന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇറാനെ അമേരിക്ക ആക്രമിക്കാതിരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്ക് വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും ഇറാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ അനുസരിച്ചുള്ള തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന നാശനഷ്ടങ്ങൾക്കുണ്ടാകും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർവ്വ മേഖലയിലും വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്, സൈനിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല ലോകത്തിൻ്റെ മുൻപിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത്. ഇനിയൊരു രാജ്യത്തെ ആക്രമിക്കാനുള്ള ധൈര്യമില്ലാത്ത രീതിയിൽ അവരുടെ എല്ലാവിധ ധൈര്യവും ചോർന്നു പോയിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറം ഇറാൻ എന്നൊരു രാജ്യത്തെ സൂപ്പർ ഹീറോ പദവിയുള്ള രാജ്യമാക്കി അംഗീകരിക്കേണ്ട ഒരവസ്ഥ അമേരിക്കക്ക് വന്നിരിക്കുന്നു എന്നുള്ളതുമാണ്.
വളരെ എളുപ്പത്തിൽ മറ്റുള്ള രാജ്യങ്ങളെ പോലെ കീഴടക്കാൻ വേണ്ടി സാധിക്കും എന്ന് മനസ്സിലാക്കിയ അമേരിക്കക്ക് അവിടെ പിയച്ചു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, നഷ്ടം എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അറേബ്യൻ രാജ്യങ്ങളിലുള്ള സൈനിക ബേസുകൾ ഇനി പുനർനിർമ്മിക്കണമെങ്കിൽ 2-3 വർഷമെങ്കിലും എടുക്കുമെന്നുള്ളതാണ്. തകർന്ന് അപ്പാടെ നിലംപൊത്തിയിരിക്കുന്ന ഒരുപാട് സൈനിക ബേസുകൾ കുവൈത്തിലും ബഹ്റൈനിലും ഖത്തറിലും UAE-യിലും ഉണ്ട്. അത് ആ മേഖലയിലേക്ക് തന്നെ ഇപ്പോൾ സൈനികർ പ്രവേശിക്കുന്നില്ല. മറ്റ് സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിന്നീട് ആക്രമണം നടത്തുന്നത്. ആ തരത്തിലേക്ക് മാറിപ്പോയിരിക്കുന്നു. ഇനി ഇവിടെ മാത്രമാണോ? അല്ല, 18ഓളം വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതൊക്കെ ലക്ഷ്യം വെച്ചത് അമേരിക്കയുടെ സൈനിക ബേസിനാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്ക നിർമ്മിക്കപ്പെട്ട സൈനിക ബേസിനെ തലങ്ങും വിലങ്ങും അനിയന്ത്രിതമായ രീതിയിൽ ഇറാൻ ആക്രമിച്ച് തകർത്തെന്ന് മാത്രമല്ല, പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മുൻപിൽ കീഴടങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അനുഭവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ വീണ്ടും നഷ്ടങ്ങളുണ്ടാവും. ലോകത്താകമാനമുള്ള പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നതിനാൽ ട്രംപ് ലോകാടിസ്ഥാനത്തിൽ ഒറ്റപ്പെട്ടു. എല്ലാ രാജ്യത്തും വലിയ രീതിയിലുള്ള പെട്രോളിയം വർധനമുണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ഹോർമസ് പൂർണ്ണമായി അടച്ചാൽ അതിൻ്റെ തോതും അതിൻ്റെ സാമ്പത്തിക വിഷയങ്ങളും കൂടുക എന്നല്ലാതെ കുറയുകയില്ല. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ പണം കൊടുത്തിട്ടെങ്കിലും പ്രശ്നം തീർക്കാൻ തയ്യാറാണ് എന്ന തരത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.